ഡോക്ടർ പി കെ ഗോപൻ, ഈ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് താങ്കൾക്ക് മറുപടി പറയാം. അതിൽ രണ്ട് കാര്യങ്ങൾ കൂടി. അതായത് ഒന്ന്, യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ വിശദീകരണം എന്ന് പറഞ്ഞ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പൂർണ്ണമായ വിശദീകരണം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇത് പിഴവ് സമ്മതിക്കലില്ലേ മറ്റൊരർത്ഥത്തിൽ, ഞങ്ങൾ കണ്ടില്ല, ഞങ്ങൾ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ, വിവരങ്ങൾ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ കടന്നുകൂടി, അതാണ് കോടതിയിൽ സമർപ്പിച്ചത് എന്നൊക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുമ്പോൾ പിഴവുകൾ സംഭവിച്ചു എന്ന് തുറന്ന് സമ്മതിക്കുകയല്ലേ? രണ്ടാമത്തെ കാര്യം, ചിലവെത്ര, അതായത് എത്ര കോടി രൂപ ചിലവായി ഈ അയ്യപ്പ സംഗമത്തിന് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തമായ കണക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നല്ലേ? പിന്നെ കോടതി അംഗീകരിച്ചിട്ടില്ല ഈ കാര്യങ്ങളെന്ന് താങ്കൾ പറയുന്നു. ഏതായാലും ഇപ്പോൾ ഈ ഉയർന്നിരിക്കുന്ന ഈ രണ്ടുപേർ ഉന്നയിച്ച വിമർശനങ്ങൾക്ക് താങ്കൾക്ക് മറുപടി പറയാം. ശ്രീ ഗോപികൃഷ്ണ, ഇതൊരു സാമ്പത്തിക കാര്യങ്ങളല്ലേ, നമുക്ക് ഡേറ്റാസ് വെച്ച് ചർച്ച ചെയ്യാം. അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞതിൽ എനിക്ക് പ്രതികരിക്കാറുണ്ടല്ലോ. ആ ഡേറ്റാസ് വെച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മളൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആരെ ഉദ്ദേശിച്ചാണോ ആ വാക്ക് പറയുന്നത്, അയാളുടെ ഉള്ളിലിരിപ്പാണോ വ്യക്തമാകുന്നത്, പറയുന്ന ആളിൻ്റെയാണോ വ്യക്തമാകുന്നത്? ഊച്ചാളി സഖാവ് എന്നൊക്കെയുള്ള വാക്ക്, ഈ ശാഖകളിൽ ഉപയോഗിക്കുന്ന ഊച്ചാളി എന്ന വാക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഏതെങ്കിലും പ്രവർത്തകർക്കെതിരെ ആക്ഷേപിക്കുന്നത് ശരിയാണോ? അവരവരതെടുത്ത് പറയുമ്പോൾ അവരവരുടെ ഉള്ളിൽ കിടക്കുന്ന സാധനമാണ് പുറത്തു വരുന്നത്. ദയവായിട്ട് എൻ്റെ ബഹുമാന്യ സുഹൃത്ത് അതൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അവിടെ കട്ടിലും മെത്ത എടുത്തുകൊണ്ടൊന്നും സഖാക്കന്മാരാരും പോയിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവിടെ ഈ റിപ്പോർട്ടിനകത്ത് പറയുന്ന ഫർണിച്ചർ ആൻഡ് മിസ്സെലീനിയസ് ഐറ്റംസ് ഫോർ എക്സിസ്റ്റിംഗ് ഓഫീസ് കോംപ്ലക്സ് ആൻഡ് ഗസ്റ്റ് ഹൗസ്, നിലവിലുള്ള ഗസ്റ്റ് ഹൗസ്, ദേവസ്വം ബോർഡിൻ്റെ ഗസ്റ്റ് ഹൗസ് നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് 3,83,439 രൂപ ചിലവാക്കിയേക്കുന്നത്. ശ്രീ ഗോപികൃഷ്ണ, അങ്ങയുടെ വീട്ടിലൊരു ചടങ്ങ് നടക്കുമ്പോൾ വീട് നവീകരിക്കില്ലേ? ഈ ഫർണിച്ചറുകൾ വല്ലതും അന്നത്തേക്ക് മാത്രമുള്ളതാണോ? അതിന് എന്തുമാത്രം ആക്ഷേപമാണ് മുഖ്യമന്ത്രിക്ക് കടക്കാൻ കട്ടിൽ പണിഞ്ഞെന്നും അവിടെ മെത്ത എടുത്തുകൊണ്ട് പോയെന്നും. നമ്മളൊരു കാര്യം പറയുമ്പോൾ പൊതുജനങ്ങൾക്ക് വിശ്വാസപ്രദമായ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സംസാരിക്കുമ്പോൾ ആ രൂപത്തിൽ കാണണം ഇതിനെ. അതല്ലാതെ ആക്ഷേപവാക്കുകൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരുപാട് ഇടങ്ങളുണ്ട്, അവിടെ ആക്ഷേപിക്കുക. പക്ഷേ ഇതുപോലൊരു ഫ്ലോറിൽ നിന്ന് നമ്മൾ പറയുമ്പോൾ കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടെ ഇത് കാണണം കാര്യങ്ങളെ. രണ്ടാമത്തെ കാര്യം, എന്തിനാണ് സംഗമം സംഘടിപ്പിച്ചത്? തിരിച്ച് ഞാൻ BJPയുടെ ജതിൻ ദേവനോട് ചോദിക്കട്ടെ, നിങ്ങളെന്തിനാണ് സംഗമം സംഘടിപ്പിച്ചത്? നിങ്ങൾ പറഞ്ഞ കാരണങ്ങളെല്ലാം കൊണ്ട് അവിടെ സംഗമത്തിൻ്റെ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ ചെങ്കോട്ടുകോണം സ്വാമിയെ കൊണ്ടുവന്ന് വാവരിൻ്റെ നട തുറക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആ ആചാരം പാടില്ല, അവിടെ ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ സംഘടിപ്പിച്ച എന്തിനാ സംഗമം? ഗവൺമെൻറ്റിൻ്റെ സംഗമത്തിന് ബദലായിട്ട് നിങ്ങൾ സംഘടിപ്പിക്കേണ്ട കാര്യം എന്താ അങ്ങനെയാണെങ്കിൽ? അപ്പോൾ നിങ്ങൾ സംഗമം സംഘടിപ്പിച്ചാൽ അത് പ്രയോജനപ്രദമായ കാര്യവും സർക്കാർ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അത് മോശപ്പെട്ട കാര്യമൊന്ന് വിലയിരുത്തേണ്ട കാര്യം എന്താ? ഇനി നിരീശ്വരവാദികളുടെ കൂട്ടക്കൊള്ള, നിരീശ്വരവാദിയാണോ സാർ തന്ത്രി? നിരീശ്വരവാദിയാണോ സാർ പോറ്റി? നിരീശ്വരവാദിയാണോ മുരാരി ബാബു? നിരീശ്വരവാദിയാണോ ബൈജു? നിരീശ്വരവാദിയാണോ ജയശ്രീ? ഇവരെല്ലാം കൂടെ അല്ലേ ഒരു കൊള്ളയടിച്ചുകൊണ്ട് പോയത്? ഇനി ഇവരെല്ലാം കൊണ്ടുവന്ന് ചരട് കെട്ടിക്കൊടുത്ത ആളുകൾ നിരീശ്വരവാദികളാണോ? ഇതൊന്നും അല്ലല്ലോ. അപ്പം നിരീശ്വരവാദികളും വിശ്വാസികളുടെ അല്ല അവിടെ പ്രശ്നമുള്ളത്. കൊള്ളക്കാർ തന്നെയാണ്. അതിനകത്ത് നിരീശ്വരവാദവും വിശ്വാസമൊന്നുമില്ല. ഇനി ശ്രീ രാജു പി നായരെ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ്. അങ്ങും ജതിൻ ദേവും പറഞ്ഞു സ്പെഷ്യൽ കമ്മീഷണറുടെ ആധികാരികതയെക്കുറിച്ച്. അതായത് ജില്ലാ പഞ്ചായത്തിൻ്റെ അങ്ങിരുന്ന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഓഡിറ്റ് റിപ്പോർട്ട് ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് എക്സിറ്റ് മീറ്റിംഗ് വിളിക്കും. പ്രസിഡൻറ്റിൻ്റെ സൗകര്യാർത്ഥം മീറ്റിംഗ് വിളിക്കും. അതിൽ നമ്മൾ ഫിനാൻസിൻ്റെ വിങ്ങിനെയും സെക്രട്ടറിയെ കൂടെ പങ്കെടുപ്പിച്ചിട്ട് ഓഡിറ്റുകാർക്ക് പറയാനുള്ള പരാതി കേൾക്കും, അവരുടെ അഭിപ്രായം കേൾക്കും, അതിനകത്ത് ക്ലാരിറ്റി വരുത്തി കൊടുക്കും. ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ ക്ലാരിറ്റി ഉണ്ടാകണം. ദേവസ്വം ബോർഡുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടില്ല. ഹൈക്കോടതി എംപാനൽ ചെയ്ത ഒരു അസോസിയേറ്റ്സാണ് അവിടെ ഓഡിറ്റ് നടത്തുന്നത്, അല്ലാതെ ദേവസ്വം ബോർഡ് നിശ്ചയിച്ച ഓഡിറ്റ് അല്ല. അവരുടെ പേര് ചന്തിക്ക് അടി കൊടുക്കണമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവരെ നിശ്ചയിച്ചത് ഹൈക്കോടതി തന്നെ അംഗീകരിച്ച ഒരു അസോസിയേറ്റ്സാണ്. അത് വർഷങ്ങളായിട്ട് തുടരുകയാണ്. അവർ ചെയ്യേണ്ടത് ജോലി അവർ ചെയ്തിട്ടില്ല. അവർ ദേവസ്വം ബോർഡിനെ വിശ്വാസം എടുത്തിട്ടില്ല. ICക്കാണ് കരാർ കൊടുക്കുന്നത്. IC എന്ന് പറയുമ്പോൾ അവർക്ക് കരാർ കൊടുക്കാനുള്ള ഉത്തരവാദിത്തം IC ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ളതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഞാനത് ആവർത്തിക്കുന്നില്ല. അതൊരു സർക്കാർ സ്ഥാപനമാണ്. ആ സർക്കാർ സ്ഥാപനത്തിന് ഇക്കാര്യത്തിലുള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചാൽ കിഫ്ബിയുടെ എംപാനിൽ വന്നിട്ടുള്ളതാണ്. അങ്ങനെ എംപാൻ എന്ന് പറയാൻ പന്തലും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ടവർക്ക് പരിചയമുണ്ട്. വളരെ പെട്ടെന്നൊരു പന്തൽ തയ്യാറാക്കണം. അതിന് നമുക്ക് സ്വകാര്യ വ്യക്തി ഏൽപ്പിക്കാൻ പറ്റത്തില്ല. സർക്കാർ ഏജൻസി ആകുമ്പോൾ അതിന് ഉത്തരവാദിത്വമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവരെ പന്തലേൽപ്പിച്ചത്. ഇനി അങ്ങ് പറഞ്ഞതുപോലെ ഇതിൻ്റെ തുക എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് പറഞ്ഞൊരു കണക്ക് ഞാൻ നേരത്തെ പറഞ്ഞു. 4,99,00,000 രൂപ ഇതിന് ചിലവായിട്ടുണ്ട്. അതിൽ 3 കോടി രൂപ സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. 1 കോടി രൂപ അദാനിയുടെ ഓഫറുണ്ട്. ഇനി 1 കോടി രൂപയാണ് കിട്ടാനുള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ അവ്യക്തതയില്ല. ഇനി നന്ദഗോപൻ്റെ കണക്ക്, നന്ദഗോപൻ്റെത് കേരളത്തിലെ ഒരു പ്രമുഖ പത്രം
ഒരു ക്രോസ് ചെക്കിംഗ് നടത്താതെ, സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വാർത്തയാണെന്ന് കണ്ടുകൊണ്ട് ഒരു ക്രോസ് ചെക്കിംഗ് നടത്താതെ, ഇന്നും അവരങ്ങനെ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്, ഒരു കള്ള വാർത്ത കൊടുത്തിട്ടുണ്ട്. ഒരു ക്രോസ് ചെക്കിംഗ് നടത്താതാണ് നന്ദഗോപനെ അവിടെ പരിപാടിക്ക് വിളിച്ചു, IIC പരിപാടിക്ക് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ യൂണിറ്റിന് അന്ന് അസൗകര്യമാണ്. അതുകൊണ്ട് ഇവർ ഇഷാൻ ദേവിനെ ബന്ധപ്പെട്ടു. ഇഷാൻ ദേവ് പറഞ്ഞു ഷോർട്ട് ടൈമിൽ ഞങ്ങൾക്ക് അയ്യപ്പ ഭക്തി ഗാനം പാടാൻ പ്രയാസമുണ്ട്. പക്ഷെ അവരതിന് തയ്യാറായി. 5 ദിവസത്തെ റിഹേഴ്സൽ നടത്തി. അവർ 25 ആർട്ടിസ്റ്റുകൾ വന്നു, 10 ടെക്നീഷ്യന്മാർ വന്നു, 8 ലക്ഷം രൂപയുടെ പ്രപ്പോസൽ കൊടുത്തു. 5 ദിവസത്തെ റിഹേഴ്സലും അതിൻ്റെ ചെലവുകളും എല്ലാം കൂടെ അവർ 8 ലക്ഷം രൂപയുടെ പ്രപ്പോസൽ കൊടുത്തു. അവർക്ക് 4 ലക്ഷം രൂപ തൽക്കാലത്തേക്ക് പൈസ കൊടുക്കുകയും ചെയ്തു. പിന്നീട് അവിടെ വേറൊരു പരിപാടി നടന്നല്ലോ, അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? വിജയ് യേശുദാസ്, വീരവാണി, സുദീപ്, അവർ സെലിബ്രിറ്റികളുടെ ഗാനമേള നടന്നു. അവിടെ അയ്യപ്പ ഗാനമേള നടന്നു. അതിന് 28 ലക്ഷം രൂപ, അതിന് 14 ലക്ഷം രൂപ കൊടുത്തു. ഈ നന്ദഗോപൻ എന്ന് പറയുന്ന ആളിന് അവിടെ പൈസ കൊടുത്തിട്ടില്ല. അവരെ പരിപാടിക്ക് വിളിച്ച ഒരു പ്രപ്പോസൽ വെച്ചിട്ടാണ് ഈ ഓഡിറ്റ് വിങ് അവർ കൈപ്പറ്റിയ റെസിപ്റ്റ്, അവർ പണം കൈപ്പറ്റുന്ന രേഖ, വൗച്ചർ പരിശോധിക്കാതെയാണ് നന്ദഗോപന്റെ പേര് ഇല്ലാതെ വാർത്ത കൊടുത്ത പത്രം എന്ന ഒരു ആരോപണം താങ്കൾ പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ. എന്ത് ക്രോസ് ചെക്കിംഗ് ആണ് ദേവസ്വം ബോർഡ് നടത്തിയത്? ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ IIC സമർപ്പിച്ചിട്ടുള്ള ബില്ലുകൾ, ദേവസ്വം ബോർഡിന് നേരിട്ടുള്ള ചെലവുകൾ, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കി സ്പെഷ്യൽ കമ്മീഷണർക്ക് നൽകിയിരിക്കുന്നത് എന്ന് ദേവസ്വം ബോർഡ് തന്നെ പറയുന്നു. അപ്പോൾ ഏത് ബില്ലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നന്ദഗോവിന്ദം ഭജൻസിന്റെ രേഖകൾ അല്ലെങ്കിൽ ആ വിവരങ്ങൾ ഓഡിറ്റിന്റെ ഭാഗമായത്? ഇനി ഒരു എസ്റ്റിമേറ്റ് വെച്ചിട്ടാണോ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്? അവിടെ രാജു പി നായർ ചോദിച്ചത് വളരെ പ്രസക്തമായ ചോദ്യമല്ലേ. ആക്ച്വൽസും അതിന്റെ ബില്ലുകളും സമർപ്പിച്ചുകൊണ്ടല്ലേ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കപ്പെടുന്നത്? അപ്പോൾ എന്ത് ഉത്തരവാദിത്തത്തിലാണ് ദേവസ്വം ബോർഡ് ഇങ്ങനൊരു ഏജൻസിയെ ഓഡിറ്റിങ്ങിന് ഏൽപ്പിച്ചതും? എന്ത് ക്രോസ് ചെക്കിംഗ് നടത്തിയിട്ടാണ് ഇങ്ങനൊരു റിപ്പോർട്ട് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് കൈമാറിയത്, പിന്നെ അത് ഹൈക്കോടതിയിലെത്തിയതും? ഇതിൻ്റെ മറുപടി ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അങ്ങ് ഇത് കേൾക്കാത്തതാണോ അതോ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ? ഈ ഓഡിറ്റ് വിങ് എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി എംപാനൽ ചെയ്ത് വർഷങ്ങളായിട്ട് അവിടെ പ്രവർത്തിക്കുന്നതാണ്. ദേവസ്വം ബോർഡ് ഇങ്ങോട്ട് LDFൻ്റെ ദേവസ്വം ബോർഡ് അധികാരത്തിൽ വന്നൊരു പുതിയ ഓഡിറ്റ് വിങ്ങിനെ ഏൽപ്പിച്ചതല്ല. ആ ഓഡിറ്റ് വിങ്ങാണ്. ഈ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. ഈ ഓഡിറ്റ് വിങ് ദേവസ്വം ബോർഡിൻ്റെ നടത്തിയ പരിപാടി ഇതിൻ്റെ ഈ ബില്ല് വെച്ചിട്ട് ക്ലാരിഫൈ ചെയ്യണമായിരുന്നു. അതിന് പകരം നന്ദഗോപൻ്റെ പേര് വെച്ച് ഒരു എമൗണ്ട് തയ്യാറാക്കി. അവരാദ്യം 8 ലക്ഷം രൂപ നന്ദഗോപന് കൊടുക്കുന്നതിന് സംബന്ധിച്ച് എമൗണ്ട് തയ്യാറാക്കി. ആ പ്രപ്പോസൽ എടുത്തിട്ടാണ് കൊടുക്കുന്നത്. ഇഷാൻ ദേവിന്റെ പരിപാടിയാണ് നടത്തിയിട്ടുള്ളത്. നാട്ടുകാർ എനിക്ക് മനസ്സിലാകാത്തതല്ല ഞാൻ ചോദിക്കുന്നത്. ദേവസ്വം ബോർഡിന് വേണ്ടി നടത്തിയ ഓഡിറ്റ് എന്ന റിപ്പോർട്ടാണോ കോടതിയുടെ മുൻപാകെ എത്തിയിട്ടുള്ളത്? അതോ ദേവസ്വം ബോർഡിന് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരു ഓഡിറ്റ് റിപ്പോർട്ടാണോ കോടതിയുടെ മുമ്പാകെ എത്തിയിട്ടുള്ളത്? എന്താണ് സമർപ്പിച്ചിട്ടുള്ളത്? 45 ദിവസത്തിനകം വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ച സുതാര്യമായ കണക്കുകൾ സമർപ്പിക്കണമെന്ന കോടതിയുടെ നിർദ്ദേശം നിലനിൽക്കെ ഞങ്ങൾ ധൃതിപ്പെട്ട് നൽകിയതാണ് എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോൾ വിശദീകരിക്കുന്ന ഈ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിന് ഉണ്ടോ ഇല്ലയോ? ഇപ്പൊ താങ്കൾ പറഞ്ഞു ഞങ്ങൾ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഓഡിറ്റ് റിപ്പോർട്ട് ഓഡിറ്ററുടെ മാത്രം ഉത്തരവാദിത്വത്തിൽ നടന്ന ഒന്ന് എന്ന നിലയിലാണോ കോടതി അത് പരിഗണിക്കാൻ പോകുന്നത്? അല്ല ഗോപികൃഷ്ണ, അതിനകത്ത് ദേവസ്വം ബോർഡിൻ്റെ അനുവാദത്തോടുകൂടി കൊടുക്കേണ്ടുന്ന റിപ്പോർട്ട് തന്നെയാണത്. ദേവസ്വം ബോർഡിൻ്റെ പെർമിഷനോടുകൂടി അല്ല റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദേവസ്വം ബോർഡുമായിട്ട് ഇരുന്ന് ചർച്ച ചെയ്ത്, ദേവസ്വം ബോർഡിൽ ഫിനാൻസ് വിങ് ഉണ്ടല്ലോ, ദേവസ്വം ബോർഡിലെ ഫിനാൻസ് വിങ്ങുമായിട്ട് ഇരുന്ന് ചർച്ച ചെയ്തിട്ടല്ല ഇത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ പെശക് ആർക്കെന്നുള്ളത് 27-ാം തീയതിയോടുകൂടി വ്യക്തമാകട്ടെ, അല്ലെങ്കിൽ 17-ാം തീയതിയിൽ ദേവസ്വം ബോർഡ് മീറ്റിങ്ങിലൂടെ വ്യക്തമാകട്ടെ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വന്ന കാര്യം കൂടി നമ്മൾ കാണണ്ടേ? ദേവസ്വം ബോർഡ് മാറുന്നു, പുതിയ ദേവസ്വം ബോർഡ് വരുന്നു, മണ്ഡലവിളക്ക് കാലം വരുന്നു, വലിയ റഷിലേക്ക് വരുന്നു, വലിയ പ്രയാസത്തിലേക്ക് പോകുന്നു. അതിൻ്റെ നടത്തിപ്പുകൾ കാര്യമില്ലേ? അപ്പോൾ ഈ അസോസിയേറ്റ്സ് എടുക്കേണ്ടുന്ന, ഓഡിറ്റ് വിങ് എടുക്കേണ്ടുന്ന ഒരു ജോലി, ഇപ്പം സർക്കാരിൻ്റെ ഓഡിറ്റ് വിങ് എന്താ ചെയ്യുക? CAG ആണ് എന്താ ചെയ്യുക? ആ ഡിപ്പാർട്ട്മെൻറ്റ് നേരത്തെ രാജു പി നായർ പറഞ്ഞ ആ മീറ്റിംഗ് ഉണ്ടല്ലോ, ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ചർച്ച ചെയ്ത് ക്ലാരിഫിക്കേഷൻ വരുത്തിയപ്പോൾ ഓഡിറ്റുകാർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവരതുപോലെ കാണിക്കും. ഓഡിറ്റിനകത്ത് അവർ കുറി എഴുതി വെക്കും. നമ്മൾ എത്ര വിശദീകരണം കൊടുത്താലും നമ്മുടെ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ അവർ കുറി എഴുതി വെക്കും. അത് അവരുടെ ഉത്തരവാദിത്തമാണ്, അവരത് ചെയ്യുകയും വേണം. കാരണം അതിനാണ് ഓഡിറ്റുകാരെ ഏൽപ്പിക്കുന്നത്. നമ്മൾ പറയുന്ന വിശദീകരണം എല്ലാം കേട്ട് തത്തിപ്പത്തി വിടാനുള്ള ജോലിയല്ല ഓഡിറ്റുകാർക്ക്. എന്നാൽ ഇവിടെ സംഭവിച്ചത് എന്താ? അങ്ങ് ചൂണ്ടിക്കാണിച്ചതുപോലെ നന്ദഗോപനെ പ്രപ്പോസ് ചെയ്യുന്നു, പരിപാടി ഇഷാൻ ദേവ് നടത്തുന്നു. ബില്ല് കൈപ്പറ്റിയ നന്ദഗോപൻ അല്ലല്ലോ സാർ, ഇഷാൻ ദേവിൻ്റെ ആൾക്കാരാണല്ലോ, അവരുടെ മാനേജറോ മറ്റോ ആയിരിക്കുമല്ലോ ഈ ബില്ല് കൈപ്പറ്റിയത്. അപ്പോൾ ആ വൗച്ചറാണോ കൊടുത്തത്? നന്ദഗോപൻ്റെ വൗച്ചറാണോ കൊടുത്തത്? ഇതിൻ്റെ ഉത്തരവാദിത്വം ഓഡിറ്റ് വിങ്ങിനല്ലേ? ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്വത്തിൽ അവരുടെ അംഗീകാരത്തോട് കൊടുക്കേണ്ട ബില്ലല്ലല്ലോ കൊടുത്തത്. അതാണല്ലോ ദേവസ്വം ബോർഡ് പരാതിയായിട്ട് പറയുന്നതും. ഇനി അതിനകത്ത് ദേവസ്വം ബോർഡിൻ്റെ ശ്രദ്ധക്കുറവുണ്ടോ ഇല്ലയോ എന്നുള്ളത് 17-ാം തീയതി കൂടുമ്പോൾ നമുക്ക് പരിശോധിക്കാം. ദേവസ്വം ബോർഡിൽ ശ്രദ്ധക്കുറവുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കണം. ദേവസ്വം ബോർഡ് എടുക്കണമെങ്കിൽ അങ്ങനെ, ഉദ്യോഗസ്ഥർ ഏറ്റെടുക്കണമെങ്കിൽ അങ്ങനെ,
അതിന് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം അവർ നിർവഹിച്ചില്ലെങ്കിൽ ലോകത്തുള്ളവരെല്ലാം കൂടെ അത് ഏറ്റെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് സംബന്ധിച്ച് വിശദീകരണം ദേവസ്വം മന്ത്രി കൊടുക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് ഗവൺമെന്റ് നേരിട്ട് ചെയ്ത കാര്യമല്ല, ദേവസ്വം ബോർഡാണ്. ആ ദേവസ്വം ബോർഡിന്റെ വിശദീകരണം വരട്ടെ, അവർക്ക് എന്താണ് ഇതിൽ പറയാനുള്ളതെന്ന് കേൾക്കാതെ നമ്മൾ കാള പെറ്റെന്ന് കേട്ടപ്പോഴേ കയറെടുത്തുകൊണ്ട് ഇവിടെ എന്തൊക്കെ ആക്ഷേപങ്ങളാണ് പറഞ്ഞേ, കോടിക്കണക്കിന് രൂപ, ലക്ഷം, ഇതൊക്കെ ഞാൻ ചോദിക്കട്ടെ, ഏത് 10 വർഷമായിട്ട് ഭരിക്കുകയല്ലേ ശ്രീ ഗോപികൃഷ്ണ? ഈ അസംബ്ലിക്കകത്ത് ഏത് അഴിമതി ആരോപണം ഉന്നയിച്ചേ? നേരെ മറിച്ച് ചൂരൽമലയിൽ പണം തരണമെന്ന് ഗവൺമെന്റ് ജനങ്ങളോട് ആവശ്യപ്പെടുന്നു. ജനങ്ങൾ പണം കൊടുക്കാൻ ഒരുങ്ങിയപ്പോൾ കോൺഗ്രസ് പറയുന്നു കൊടുക്കണ്ടെന്ന് പറയുന്നു, കോൺഗ്രസിന് കൊടുക്കാൻ പറയുന്നു. ആ കൊടുത്ത പണമാണ് പോയത്, നഷ്ടപ്പെട്ടത്. അതിന് ഉത്തരവാദിത്വം ഇല്ല. ശരി. അപ്പോൾ ജനങ്ങളുടെ ഏറ്റവും വലിയ ദുരന്ത കാലത്ത് പോലും അവരുടെ പിച്ചച്ചട്ടിയിലെ പണം കടത്തിക്കൊണ്ടുപോയവരാണ് അഴിമതി ആരോപണം ഉന്നയിക്കുന്നത്. ശരി, ഇനി ഞാൻ ചൂരൽമല വിവാദമല്ല ഞാൻ പറഞ്ഞത്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഈ ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോൾ ഡോക്ടർ പി കെ ഗോപൻ ഇവിടെ സംസാരിച്ച താങ്കൾ കേട്ടല്ലോ, ഇതിലെ മുഴുവൻ കുഴപ്പവും ഈ ഓഡിറ്ററുടേതാണ്, അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്ത കമ്പനിയുടേതാണ്. അവർ ഒരു തരത്തിലും ദേവസ്വം ബോർഡിൻ്റെ ഒരു ക്രോസ് ചെക്കിങ്ങിന് വിധേയമാക്കാതെ ഈ കണക്കുകളൊക്കെ ഈ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് നൽകിയതിലാണ് ഈ പാകപ്പിഴവുകളൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി അഥവാ എന്തെങ്കിലും ഉദ്യോഗസ്ഥർക്ക് എവിടെയെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ അത് പരിശോധിക്കട്ടെ. ഏതായാലും സർക്കാരിനും ഈ യാതൊരു തരത്തിലും ഇതുമായി ഒരു ബന്ധവുമില്ല എന്ന് ഡോക്ടർ പി കെ ഗോപൻ ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.